ഹായ് എവ്രി വൺ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തലേദിവസം മാവൊക്കെ അരച്ച് വെക്കാൻ മറന്നു പോകാറുണ്ടോ? എന്നാൽ അങ്ങനെ മറന്നു പോയാലും ഇനി കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം പുളിപ്പിക്കലൊന്നുമില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ണൂർ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് പച്ചരി തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഏത് ടൈപ്പ് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. രാവിലെ ആകുമ്പോഴത്തേക്കും 1 കൈപ്പിടി ചോറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മാവ് കോരി ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇനി ഇത് നന്നായിട്ട് ചൂടായിട്ടുള്ള ദോശത്തവയിൽ കനം കുറച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നല്ലെണ്ണയാണ് ഈ ദോശയിൽ പുരട്ടി കൊടുക്കേണ്ടത്. ഞാൻ നല്ലെണ്ണയും കുറച്ച് നെയ്യും കൂടി ചേർത്താണ് ഉപയോഗിച്ചത്. ദോശ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത് തനിയെ തന്നെ അരികുകളൊക്കെ പൊങ്ങി വരും. അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാ ദോശകളും നമുക്ക് ചുട്ടെടുക്കാം. ഇനി ദോശയുടെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കോമ്പിനേഷനൊന്നുമില്ല. പുളിയില്ലാത്ത ഒരു ദോശ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ എല്ലാം ചേർന്ന് പോകും. ചമ്മന്തിയുടെ കൂടെ ചേർക്കാം, അല്ലെങ്കിൽ വെജ് ഓർ നോൺ വെജ് കറീസ് എല്ലാത്തിൻ്റെ കൂടെ ചേരും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലിൽ കുതിർത്ത് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ തേങ്ങയും മധുരമൊക്കെ ചേർത്തിട്ട് റോൾ ചെയ്ത് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാം. എനിക്ക് എന്തായാലും നൈസ് പത്തിരിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി കണ്ണൂർ അരിദോശയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.